നമ്മുടെ 6th സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ 6th സെമിസ്റ്ററിൽ ഞാൻ 2 പേപ്പറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കൺട്രോൾ സിസ്റ്റവും മൈക്രോവേവ് തിയറിയും. മൈക്രോവേവ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ EMT ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയുടെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ടോപ്പിക്കാണ് മൈക്രോവേവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറി കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേവ്സ് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേവിൻ്റെ പ്രൊപ്പഗേഷൻ വരെയാണ് നമ്മൾ ശരിക്കും പഠിച്ചത്. പ്രൊപ്പഗേഷൻ എങ്ങനെയായിരുന്നു, അതിൻ്റെ പ്രോപ്പർട്ടീസ്, റിഫ്ലക്ഷൻ, ട്രാൻസ്മിഷൻ തുടങ്ങിയ പ്രോപ്പർട്ടീസ് അവിടെയാണ് നമ്മൾ നിർത്തിയത്. ശരിക്കും അവിടെ വെച്ചാണ് ഈ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ആ സബ്ജക്റ്റിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് മൈക്രോവേവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നമുക്കൊരു അവയർനെസ് ഉണ്ട് വേവിനെ പറ്റിയിട്ടും വേവിൻ്റെ ബിഹേവിയറിനെ പറ്റിയിട്ടും ഒക്കെ അവയർനെസ് ഉണ്ട്. ഇതിൽ ഇലക്റ്റീവ് ടോപ്പിക്കായിരുന്നു. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. EMTയുടെ അത്ര ബുദ്ധിമുട്ടില്ല. നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളൊക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് തിയറിയാണ്. മൈക്രോവേവ് ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസസിനെ പറ്റിയിട്ടും അത് ഹാൻഡിൽ ചെയ്യുന്ന, അതായത് അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസിനെ പറ്റിയിട്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ മൊഡ്യൂളിൽ കുറച്ച് EMTയുടെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് മൈക്രോവേവ് പഠിക്കുമ്പം ആ വേവിനകത്ത്, വേവ് പ്രൊപ്പഗേഷനകത്ത് നമുക്ക് ഇനി ആഡ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ, അതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ ട്രാൻസ്മിഷൻ ലൈൻസ്, തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിൽ അതിൻ്റെ ബിഹേവിയർ അനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സും ഡിവൈസസിനെ പറ്റിയിട്ടുമാണ് പഠിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെയാണ്. മൈക്രോവേവ് തിയറി എന്തൊക്കെയാണ്, മൈക്രോവേവ് തിയറിയുടെ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് മൈക്രോവേവ് തിയറി നമ്മൾ പഠിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ മൈക്രോവേവിനെ പറ്റിയിട്ട് പഠിക്കുന്നത്, അതൊക്കെ അറിയാനുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പോൾ ആ ഇൻട്രൊഡക്ഷനിൽ ഓൾറെഡി എന്തുണ്ട്, നമ്മുടെ EMTയിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ റീഫ്രഷ് ചെയ്ത് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ ട്രാൻസ്മിഷൻ ലൈനാണ്. അപ്പോൾ ടോപ്പിക്ക് സിമ്പിളാണ്, പക്ഷേ EMTയുടെ ആ ബേസിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഡെറിവേഷൻസ് ഒക്കെ ഉണ്ട്. കുറച്ച് അതിനകത്ത് നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഡെറിവേഷൻസും കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടേംസ് ഒക്കെ പുതിയ ടേംസാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത കുറച്ച് പുതിയ ടേംസാണ് ഇതിനകത്തേക്ക് വരുന്നത്. ഡിവൈസിൻ്റെ പേര്, ഡിവൈസിൻ്റെ ബിഹേവിയർ, വേവിൻ്റെ ബിഹേവിയർ, അതൊക്കെയാണ്. നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെയാണ്, ഇത് സിലബസ് റിവ്യൂ ആണ്. ഇതിൻ്റെ സിലബസ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. 4 മൊഡ്യൂളുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ സിലബസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂള് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോവേവ്സ്. മൈക്രോവേവിനെ പറ്റിയിട്ടൊരു ഇൻട്രൊഡക്ഷനാണ്. എന്താണ് മൈക്രോവേവ്, അതിൻ്റെ ഫ്രീക്വൻസി സ്പെക്ട്രം. അതായത് മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ ഇത്ര ഫ്രീക്വൻസി മുതൽ ഇത്ര ഫ്രീക്വൻസി വരെയുള്ള വേവ്സിനെയാണ് മൈക്രോവേവ് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ആ സ്പെക്ട്രത്തിൽ വരുന്ന എഗെയിൻ അതിനകത്ത് തന്നെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആ മൈക്രോവേവിനകത്ത് തന്നെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഇത്ര വരെ ഇത്ര റേഞ്ചുള്ള ഫ്രീക്വൻസിനൊക്കെ ഒരു പേര്, അങ്ങനെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് പഠിക്കണം. ഇനി നെക്സ്റ്റ് മൈക്രോവേവ് ബാൻഡ്സ്, ആപ്ലിക്കേഷൻസ് ഓഫ് മൈക്രോവേവ്. അതാണ് മൈക്രോവേവ് ബാൻഡ്സ് എന്ന് പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് മൈക്രോവേവ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ മൈക്രോവേവ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? മൈക്രോവേവ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന മൈക്രോവേവ് ഓവൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ മൈക്രോവേവ് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതിൽ തന്നെ പല കാര്യത്തിലും മൈക്രോവേവ് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ഇനി പ്ലെയിൻ വേവ് ആൻഡ് ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ, അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അത് ജസ്റ്റ് ഒന്ന് പറയുള്ളൂ. ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ആ പോർഷൻ നമുക്ക് ഓൾറെഡി ഉള്ള വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഇനി ഗൈഡഡ് വേവ്സ്, അതാണ് അവിടെ വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. ഗൈഡഡ് വേവ്സ് എന്താണ്? പ്ലെയിൻ വേവ് പ്രൊപ്പഗേഷൻ്റെ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തൊന്നാണ് ഗൈഡഡ് വേവ്. നമുക്ക് വേവിനെ ഗൈഡ് ചെയ്യാം, നമുക്ക് വേവിനെ അതിനെ ഡയറക്റ്റ് ചെയ്യാം, അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഗൈഡഡ് വേവ്സ്. അതായത് ഗൈഡഡ് വേവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്യുപ്മെൻറ്റിലൂടെ വേവ് കടന്നു പോകുന്നത്, അതിനെയാണ് വേവ് ഗൈഡ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സ്ലോ വേവ്സ്, ഫാസ്റ്റ് വേവ്സ്, വേവ് ഗൈഡ്സ്, ഇതൊക്കെ അതിൽ വരുന്നതാണ്. റെക്ടാങ്കുലർ വേവ് ഗൈഡ്സ്, TE ആൻഡ് TM വേവ്സ്. TE ആൻഡ് TM വേവ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. TE മോഡും TM മോഡും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, TEM വേവ്സ്, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ വരുന്നത് ഗ്രൂപ്പ് ആൻഡ് ഫേസ് വെലോസിറ്റീസ്. അത് ഓൾറെഡി നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ടെക്സ്റ്റിൽ തന്നെയുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളെ നമ്മൾ നോക്കാത്തതുള്ളൂ. അതായത് വേവ് ഗൈഡിൻ്റെ ആ പോർഷനും പ്ലെയിൻ വേവ് ആൻഡ് ഫ്രീ സ്പേസ് പ്രൊപ്പഗേഷൻ്റെ ആ പോർഷനും അതൊക്കെ നമ്മൾ നോക്കിയതാണ്. പിന്നെ ആദ്യം വരുന്ന 3 പ്യുവർ തിയറിയാണ്. അതായത് ഇൻട്രൊഡക്ഷൻ ടു
ഫ്രീക്വൻസി സ്പെക്ട്രം, മൈക്രോവേവ് ബാൻഡ്സ്, ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോവേവ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്, പിന്നെ റെക്റ്റാങ്കുലർ, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കുറച്ച് ഗൈഡഡ് വേവ്സ്. ഗൈഡഡ് വേവ്സിൻ്റെ പോർഷനാണ് നമുക്ക് നോക്കാനുള്ളത്. അത് കഴിഞ്ഞ് ഗ്രൂപ്പ് വെലോസിറ്റി, ഫേസ് വെലോസിറ്റി മാത്രമേ ഉള്ളൂ. TM വേവ്സ് എല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ട്രാൻസ്വേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. മോഡിൻ്റെ കാര്യം നമുക്കിവിടെ കൂടുതലായിട്ട് നമുക്കിവിടെ നോക്കാം. TE ആൻഡ് TM മോഡ്സ്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മോഡിൻ്റെ കാര്യം നോക്കാം. നമുക്ക് എന്തിലും ആവശ്യമുണ്ട്? ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിലും നമ്മൾ TE TM മോഡ്സിലാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ സിലബസ് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ് ഈ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ സബ്ജക്റ്റ് വരുന്നത്. കണ്ടിന്യൂഷനായിട്ടാണ് വരുന്നത് എന്നല്ല, കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ സബ്ജക്റ്റ്. പക്ഷേ നിങ്ങൾ പഠിക്കുന്നതും അതേ ഓർഡറിൽ തന്നെയാണെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പറയാനുള്ളത്. ഈ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ കാര്യം, സെക്കൻഡ് മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആയിട്ട് വേവ് ഗൈഡിനെ പറ്റിയിട്ടും ട്രാൻസ്മിഷൻ ലൈൻസിനെ പറ്റിയിട്ടുമാണ് പഠിക്കുന്നത്. ട്രാൻസ്മിഷൻ ലൈന്, വേവ് ഗൈഡ്, ഇതിലൊക്കെ എങ്ങനെയാണ് വേവ് ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ റിവ്യൂ ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസ്, ടെലഗ്രാഫ് ഇക്വേഷൻ, ട്രാൻസ്മിഷൻ ലൈനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ടെലഗ്രാഫ് ഇക്വേഷൻ, ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ്, ഓപ്പൺ സർക്യൂട്ട്, ക്ലോസ്ഡ് സർക്യൂട്ട്, ക്വാർട്ടർ വേവ് ലെങ്ത്, ഹാഫ് വേവ് ലെങ്ത്, ലൈൻ സ്റ്റാൻഡേർഡ്, വേവ് റേഷ്യോ, VSWR, റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ്, ഇമ്പിഡൻസ് മാച്ചിങ്, സ്ട്രിപ്പ്, മൈക്രോ സ്ട്രിപ്പ്, ട്രാൻസ്മിഷൻ ലൈൻസ്, മൈക്രോവേവ് ഗൈഡ്സ്, പ്രൊപ്പഗേഷൻ ത്രൂ വേവ് ഗൈഡ്സ്, കട്ട് ഓഫ് ഫ്രീക്വൻസി, ഡിസ്പേർഷൻ, വേവ് ആൻഡ് ഗ്രൂപ്പ് വെലോസിറ്റി, റിഡ്ജ്ഡ് വേവ് ഗൈഡ്സ് ആപ്ലിക്കേഷൻസ്, ക്യാവിറ്റി റെസൊനേറ്റേഴ്സ്, ഡിസൈൻ ഇക്വേഷൻസ് ക്യാവിറ്റി റെസൊനേറ്ററിൻ്റെ. അത് കഴിഞ്ഞ് വേവ് ഗൈഡ് ടീസ് നിങ്ങൾക്ക് എളുപ്പമാണ്. മാജിക് ടീ, റാറ്റ് റേസ്, ഡയറക്ഷണൽ കപ്ലർ, ഐസൊലേറ്റർ ആൻഡ് സർക്കുലേറ്റേഴ്സ്. ഇതൊക്കെ തിയറിയാണ്. വേവ് ഗൈഡ് ടീസിൻ്റെ ഒക്കെ തിയറിയാണ്. അതിന് മുന്നേ ഉള്ള കുറച്ച് കാര്യങ്ങൾ, കട്ട് ഓഫ് ഫ്രീക്വൻസിയും പ്രൊപ്പഗേഷൻ ഓഫ് വേവ് ത്രൂ വേവ് ഗൈഡ്സ്, അതും കുറച്ച് ഡെറിവേഷൻ പോലത്തെ പോർഷനൊക്കെ വരുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട്. ഇപ്പോൾ ട്രാൻസ്മിഷൻ ലൈൻസിനെ പറ്റിയിട്ടും വേവ് ഗൈഡ്സിനെ പറ്റിയിട്ടും രണ്ട് മോഡ്സാണല്ലോ നമുക്ക്, രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ട്രാൻസ്മിഷൻ ലൈൻ വഴിയും ഗൈഡ് ചെയ്യാൻ പറ്റും, വേവ് ഗൈഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് വേവിനെ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്തുള്ള രണ്ട് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. രണ്ട് രീതിയിൽ വേവിനെ ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ്, മൈക്രോവേവ് ലീനിയർ ബീം ട്യൂബ്സ് ആൻഡ് ക്രോസ് ഫീൽഡ് ഡിവൈസസ്. മൈക്രോവേവ് ലീനിയർ ബീം ട്യൂബ്സ് ആൻഡ് ക്രോസ് ഫീൽഡ് ഡിവൈസസ്, അതായത് നമ്മുടെ മൈക്രോവേവ് ജനറേറ്റ് ചെയ്ത ഡിവൈസസ് ആണ്. മൈക്രോവേവ് ട്യൂബ്സ് ഇൻട്രൊഡക്ഷൻ, ലിമിറ്റേഷൻസ് ഓഫ് കൺവെൻഷണൽ ട്യൂബ്, ട്രാൻസിറ്റ് ടൈം ഇഫക്റ്റ്, മൾട്ടി ക്യാവിറ്റി ക്ലിസ്ട്രോൺ, മാഗ്നട്രോൺ, TWT എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മൈക്രോവേവ് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസ്. അതൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. അതായത് ക്രോസ് ഫീൽഡ് ഡിവൈസസ്, ലീനിയർ ബീം ട്യൂബ്സ് ആൻഡ് ക്രോസ് ഫീൽഡ് ട്യൂബ്സ്, ഇതൊക്കെയാണ് ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. അതായത് മൈക്രോവേവ് ഡിവൈസസ്, ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് മൈക്രോവേവ് ഡിവൈസസ്. നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ മൈക്രോവേവ് ഡിവൈസസിനെ പറ്റിയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത്. അതായത് മൈക്രോവേവ് ലീനിയർ ബീം ട്യൂബ്സ് ആൻഡ് ക്രോസ് ഫീൽഡ് ഡിവൈസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ മൊഡ്യൂൾ 3യിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി മൊഡ്യൂൾ 4, ഇതിലും ഡിവൈസസിനെ പറ്റിയിട്ട് തന്നെയാണ്. ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസസ് ആൻഡ് ട്രാൻസിറ്റ് ടൈം ഡിവൈസസ്. രണ്ട് സെക്ഷൻ ഡിവൈസസ് ആണല്ലോ മൈക്രോവേവ് ഡിവൈസസിൻ്റെ. രണ്ട് ക്ലാസിഫിക്കേഷനാണ് രണ്ട് മൊഡ്യൂളായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഇംപാറ്റ്, ട്രപ്പാറ്റ് ഡയോഡ്സ്, ഇത് സെമി കണ്ടക്ടർ ഡയോഡ്സ് ഡിവൈസസ് ആണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസസ് ആൻഡ് ട്രാൻസ്മിറ്റ് ടൈം ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ഇത് സെയിം തന്നെയാണ്. സിമിലിയർ ആയിട്ട് മൈക്രോവേവ് ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസസ് തന്നെയാണ്. ആ ഡിവൈസസിൻ്റെ രണ്ട് മൊഡ്യൂളിൽ നമ്മൾ ഡിവൈസസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് മൊഡ്യൂളിൽ നമ്മൾ ഡിവൈസസിനെ പറ്റിയിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പോൾ രണ്ട് മൊഡ്യൂളിലും രണ്ട് ക്ലാസിഫിക്കേഷൻ, രണ്ട് ടൈപ്പ് ഡിവൈസസിനെ പറ്റി, രണ്ട് ടൈപ്പല്ല, അതിൽ തന്നെ ഓരോന്നിലും ക്ലാസിഫിക്കേഷനാണ്. അതിൽ ഡിഫറെൻറ്റ് ഡിവൈസസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മൈക്രോവേവ് ഡിവൈസസ് ആണ് രണ്ട് മൊഡ്യൂളിൽ പഠിക്കുന്നത്. ആദ്യത്തെ മൊഡ്യൂളിൽ നമ്മൾ മൈക്രോവേവിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ വേവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ച്, രണ്ടാമത്തേൽ വേവ് ഗൈഡ്സിനെ പറ്റിയിട്ടും ട്രാൻസ്മിഷൻ ലൈൻസിനെ പറ്റിയിട്ടും പഠിക്കും. അത് കഴിഞ്ഞ് മൂന്നാമത്തേതിൽ
നമ്മളെന്താ പഠിക്കുന്നത്, മൂന്നാമത്തേലും നാലാമത്തേലും ഡിവൈസസിനെ പറ്റിയിട്ട് പഠിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ മൈക്രോവേവ് തിയറി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് അങ്ങനെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ഡിവൈസസിനെ പറ്റി പഠിച്ചിട്ടാണ് നമ്മൾ മൈക്രോവേവ് ഡിവൈസസ് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് മൈക്രോവേവ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്, സാമുവൽ വൈ ലിയാവോ, അതാണ് നമ്മളെ ടെക്സ്റ്റ്. നമ്മളെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് എന്ന് പറയുന്നത് മൈക്രോവേവ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്, സാമുവൽ വൈ ലിയാവോയുടെ ടെക്സ്റ്റാണ്. അതാണ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ്. നമുക്ക് ഉള്ള സിലബസിലുള്ള കാര്യങ്ങളൊക്കെ ആ ടെക്സ്റ്റിൽ നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് എളുപ്പത്തിനുള്ള ഒരു ടെക്സ്റ്റ്, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റും കൂടി ഞാൻ റെഫർ ചെയ്യുന്നുണ്ട്. 2 ടെക്സ്റ്റും റെഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് തരുന്നത്. അപ്പോൾ ടെക്സ്റ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതാ ടെക്സ്റ്റാണ് എടുക്കേണ്ടതെന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ ടെക്സ്റ്റിൻ്റെ പേരും ചിത്രമൊക്കെ ഇടുന്നതായിരിക്കും. ഫണ്ടമെൻറ്റൽസ് ഓഫ് മൈക്രോവേവ് എഞ്ചിനീയറിംഗ്, കോളിൻസിൻ്റെ ടെക്സ്റ്റും നല്ലതാണ്. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, കനഡി ആൻഡ് ഡേവിഡ്സ്, അത് ഓൾറെഡി എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ടെക്സ്റ്റാണ്. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ കനഡി ആൻഡ് ഡേവിസിൻ്റെ ടെക്സ്റ്റ്, അത് അതിൻ്റെ അകത്ത് ലാസ്റ്റ് പോർഷനിൽ മൈക്രോവേവിൻ്റെ ഡിവൈസസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നല്ല ടെക്സ്റ്റാണ്. ആ കമ്മ്യൂണിക്കേഷന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റാണ്. നല്ല ടെക്സ്റ്റാണത്, കനഡി ആൻഡ് ഡേവിസിൻ്റെ ടെക്സ്റ്റ്. അപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ കയ്യിൽ അധികം ഉണ്ടായിരിക്കുന്ന ഒരു ടെക്സ്റ്റാണ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബൈ കനഡി ആൻഡ് ഡേവിസ്. പിന്നെ എന്താണ് ലിയാവോയുടെ മൈക്രോവേവ്, സാമുവൽ വൈ ലിയാവോയുടെ മൈക്രോവേവ് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട് നല്ല ടെക്സ്റ്റാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത് പോലെയാണ് സിലബസ് ഇട്ടിട്ടുള്ളത്. നമുക്ക് 2 ടെക്സ്റ്റ്, വേറൊരു ടെക്സ്റ്റും കൂടിയുണ്ട്. അതും ജസ്റ്റ് ഒരു ഇന്ത്യൻ ഓതറിൻ്റെ ഒരു ടെക്സ്റ്റാണ്, നല്ല ടെക്സ്റ്റാണ്. അത് നമുക്ക് അതും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സിലബസിലുള്ള വീഡിയോസും സ്ലൈഡ്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. മൈക്രോവേവ് തിയറി ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി അങ്ങോട്ടേക്ക് സമയമൊന്നും ഉണ്ടാവില്ല. നമുക്ക് EMT കിട്ടിയത്ര സമയം കൂടി ഈ സബ്ജക്റ്റിന് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് EMT ഒന്ന് റിഫ്രഷ് ചെയ്യാൻ തോന്നുന്നവർക്ക് EMT റിഫ്രഷ് ചെയ്യാനും ചെയ്യാം. അതിൻ്റെ കൂടി ഈ സബ്ജക്റ്റ് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ജസ്റ്റ് ഒരു സിലബസ് റിവ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.